കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ നല്ലൊരു സ്ട്രെച്ചിങ് പെയിൻ വരും, പക്ഷെ അത് ഭയങ്കര സുഖമുള്ള ഒരു വേദനയാണ്. ഇതുപോലെ രണ്ട് കൈയും നിങ്ങളുടെ കാലിലേക്ക് തന്നെ ഫിക്സ് ചെയ്യാം. അഡ്വാൻസ് പ്രാക്ടീഷണേഴ്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. നമ്മൾ എന്താണോ അവിടെ ചെയ്തത് അത് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു സമയം എന്ന് പറയുന്നത് ഒരു സന്ധ്യാസമയത്ത് തന്നെ ആയിരിക്കും. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ റൈറ്റിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇടത് സൈഡിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇടത് കാല് ചെരിച്ചു വെച്ചുകൊണ്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്ന തൈ മസിൽസിനും ഗ്ലൂട്ട് മസിൽസിനൊക്കെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് സൂര്യ നമസ്കാരത്തിന് പകരം ചന്ദ്ര നമസ്കാരമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നത്തിങ് ബട്ട് മൂൺ സല്യൂട്ടേഷൻ. അപ്പം മൂൺ സല്യൂട്ടേഷൻ്റെ സ്റ്റെപ്സ് ഒരു 1-2 കാര്യങ്ങൾ സൂര്യ നമസ്കാരമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ഒരു ടോട്ടലി ഒരു വ്യത്യസ്തമായ ഒരു സീരീസ് ഓഫ് പോസ്റ്റേഴ്സ് ആണ്. ഈ സൂര്യ നമസ്കാരം പോലെ തന്നെ ചന്ദ്ര നമസ്കാരവും നമുക്ക് രാവിലെ ചെയ്യുന്നതിൽ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. അതേപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു സമയം എന്ന് പറയുന്നത് ഒരു സന്ധ്യാസമയത്ത് തന്നെയായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള പോസ്റ്റേഴ്സ് അതിന് ഇങ്ങനെ രാവിലെ വൈകുന്നേരം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല. അതുപോലെ തന്നെ ബ്രത്ത് വർക്കിൻ്റെ കാര്യത്തിലും നിങ്ങൾ ഒത്തിരി സ്ട്രെയിൻ എടുക്കേണ്ട കാര്യമില്ല. സാധാരണ രീതിയിലുള്ള ശ്വാസഗതിയായിരിക്കും ഇതിനകത്ത് ഫോളോ ചെയ്യണം. അപ്പം നമുക്ക് അധികം താമസിയാതെ ഈ ഒരു പ്രാക്ടീസിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ കാലുകൾ കംഫർട്ടബിളായിട്ട് ചേർത്ത് വയ്ക്കുക. ഒത്തിരി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ചിലരിൽ ഇംബാലൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ വളരെ സാവധാനം നമ്മൾ നല്ല രീതിയിൽ ശ്വാസം എടുത്തുകൊണ്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ റൈറ്റിലേക്ക് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സൈഡിലേക്ക്, അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. തിരിച്ചു വരിക. ഇത് എത്രയും ക്ലിയർ ആണല്ലോ. അതിനുശേഷം വളരെ സാവധാനം ഗോഡസ് പോസ് അല്ലെങ്കിൽ ഓപ്പൺ സ്ക്വാറ്റിംഗ് പോസാണ്. ഇങ്ങനെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുക. ഇത് ആദ്യം ഇത് രണ്ട് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് രണ്ടാമത് ഈ ഒരു പൊസിഷനിലേക്ക് എത്തുക. വളരെ സാവധാനം നമ്മൾ എന്ത് ചെയ്യണം, ത്രികോണാസനത്തിലേക്ക് പോകണം. അപ്പം നമ്മൾ ഇടത് സൈഡിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇടത് കാല് ചെരിച്ചു വെച്ചുകൊണ്ട് ബിഗിനിങ് പോസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്രയാങ്കിൾ ആകൃതിയിൽ നമ്മുടെ കാല്, അതുപോലെ തന്നെ നമ്മുടെ കൈ, ഇത് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിൻ്റെ ഒരു പൊസിഷനാണ് ഇത്. അതേസമയം നമ്മൾ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ കാലിൻ്റെ ഈ പാദത്തിലേക്ക് തന്നെ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കത് സാധിക്കുന്നില്ല, നിങ്ങൾ കാലൊക്കെ മടക്കി ഇങ്ങനെ ചെയ്യരുത്. വളരെ ചെയ്യാവുന്ന പൊസിഷനിൽ നിങ്ങൾ നിൽക്കുക. നോർമൽ ശ്വാസഗതി ഫോളോ ചെയ്യുക. വളരെ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കൈകളും ഈ ഇടത് കാലിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് വയ്ക്കുക. ഇപ്പം അത് സാധിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ രണ്ട് കൈയും നിങ്ങളുടെ കാലിലേക്ക് തന്നെ ഫിക്സ് ചെയ്യാം. നമ്മൾ രണ്ട് കൈയും രണ്ട് വശത്തേക്കും വെച്ചിട്ട് വളരെ സാവധാനം ഇങ്ങനെ കുറച്ച് നേരം സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക. ഇനി കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലായി കഴിഞ്ഞാൽ നമ്മുടെ ഈ തല മുട്ടിലേക്ക് മുട്ടിക്കണമെങ്കിൽ അതും ചെയ്യാം. അതിനുശേഷം നമ്മുടെ സൂര്യ പൊസിഷൻ പോലെ നമ്മൾ ആ മൂന്നാമത്തെ സൂര്യ നമസ്കാരത്തിൻ്റെ അശ്വസഞ്ചലനാസന എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് വന്നിട്ട് ഇതിനകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ നേരെ ഹനുമാനാസന അല്ലെങ്കിൽ ആഞ്ജനേയാസന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ പോകുന്നു. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്ന തൈ മസിൽസിനും ഗ്ലൂട്ട് മസിൽസിനൊക്കെയാണ്. ശേഷം വളരെ സാവധാനം നമ്മൾ തിരിച്ചു വന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് കൈയും നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളുടെ കാല് കംപ്ലീറ്റ്ലി തിരിച്ച് ഒരു ടോ പൊസിഷനിൽ ബാലൻസ് ചെയ്യുക. ബാലൻസ് കിട്ടാത്തവർ ഇങ്ങനെ കൈ കുത്തി തന്നെ ഇരിക്കുക. ബാലൻസ് കിട്ടുന്നവർ കൈ ഇതുപോലെ നമസ്തേ മുദ്രയിൽ പിടിച്ച് ഇതുപോലെ നിൽക്കുക. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് അഡ്വാൻസ് പ്രാക്ടീഷണേഴ്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അല്ലാത്തവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ സാവധാനം കൈ കൊണ്ട് ഇതുപോലെ പോയി 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 ഇപ്പുറത്തെ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം കൈ ഇതുപോലെ വയ്ക്കുക. ഇനി ഇത് നിങ്ങൾക്ക് പാടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ഇതിങ്ങനെ കാലിങ്ങനെ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്യാം. അല്ലെങ്കിൽ കൈ ഇങ്ങനെ കുത്തിയിട്ട് സ്ട്രെച്ച് ചെയ്യാം. ഇതൊക്കെ ഇതിൻ്റെ പല വേരിയേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ബിഗിനർ ലെവലിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിന് ശേഷം നമ്മൾ പതുക്കെ ട്വിസ്റ്റ് ചെയ്ത്
നമ്മൾ ആ ആഞ്ജനേയനാസനയിലേക്ക് നമ്മൾ വന്നിട്ട് സ്ട്രെച്ച് ചെയ്യാൻ നല്ല രീതിയിൽ. ഇവിടെ ഈ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ നല്ലൊരു സ്ട്രെച്ചിങ് പെയിൻ വരും, പക്ഷെ അത് ഭയങ്കര സുഖമുള്ള ഒരു വേദനയാണ്. ശേഷം പതുക്കെ നമ്മൾ എന്താണോ അവിടെ ചെയ്തത് അത് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പതുക്കെ ഈ ഒരു പൊസിഷനിലേക്ക് വന്നിട്ട്, അതായത് കാല് മുട്ട് മടങ്ങരുത്, കാല് മുട്ട് സ്ട്രെയിറ്റ് ആണ്, രണ്ട് കാലും സ്ട്രെയിറ്റ് ആക്കി നമ്മുടെ തല കുനിച്ചിട്ട് വീണ്ടും നമ്മൾ ഈ കാലിലാണ് ചെയ്യുന്നെങ്കിൽ ട്രയാങ്കിൾ പോസ് ഇതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ ആംഗിൾ ജോയിൻറ്റിലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ മുകളിലായിട്ടോ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. അതിനുശേഷം പതുക്കെ നമ്മൾ ഗോഡസ് പോസിലേക്ക് തിരിച്ചു വരുന്നു. അപ്പം നമ്മൾ അവിടെയല്ല ചെയ്യുന്നത്, ഈ തവണ ഇവിടെ ഗോഡസ് പോസിലേക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടെയാണ് തുടങ്ങിയത്, ഞാനിപ്പോൾ ഈ മാറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. പിന്നെ വീണ്ടും സ്ട്രെച്ച് ആൻഡ് റിലാക്സ്. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഞാൻ സംസാരിക്കാതെ എൻ്റെ കൂടെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു പൊസിഷനിൽ നിന്ന് ഫ്ലോ ചെയ്ത് നമുക്ക് മറ്റേ സൈഡിലേക്ക് വരാം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇൻഹേൽ, exhale, inhale, exhale, inhale and exhale. ശേഷം വളരെ സാവധാനം inhale and go to the triangle, exhale, inhale, exhale, inhale and exhale, inhale and then slowly exhale or exhale. Again inhale and exhale or exhale like this. Again inhale and exhale. Inhale and then exhale. Inhale, exhale. Slowly come back. Exhale. Inhale, exhale. Inhale, exhale and come back. ഈ സൂര്യ നമസ്കാരം നിങ്ങൾക്ക് ഒരു 3, 6, 9 എന്നീ കണക്കുകളിൽ ചെയ്യാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വെറും വെയിറ്റിൽ നമ്മളിത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ രാവിലെയും വൈകുന്നേരം ചെയ്തു എന്ന് വെച്ചാൽ കുഴപ്പമില്ല, വൈകുന്നേരം മാത്രം ചെയ്തു എന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ 2 തവണയാണ് ചെയ്തത്. നിങ്ങളൊരു 3, 6, 9 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഈ ഒരു ക്രമത്തിൽ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും ഇതുപോലെ ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള വീഡിയോസുമായി ഇനിയും വരാം.